കേരള യൂണിവേഴ്സിറ്റി ബികോം ഫോർത്ത് സെമിസ്റ്ററിലെ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന സബ്ജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഈ സബ്ജക്റ്റിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് ബാങ്കിങ്ങിനെ പറ്റിയും പഠിക്കാനുണ്ട്, ഇൻഷുറൻസിനെ പറ്റിയും പഠിക്കാനുണ്ട്. അപ്പോൾ രണ്ട് വ്യത്യസ്തങ്ങളായ ടോപ്പിക്കാണ് ഇത്. രണ്ടും ഒരുപോലെ ഒരേ സമയത്ത് എടുത്തു വെച്ച് പഠിക്കാൻ പറ്റുന്നതല്ല, രണ്ട് ഡിഫറൻറ്റ് ടോപ്പിക്കാണ്. അതായത് നമ്മുടെ മൊഡ്യൂളിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് ആദ്യത്തെ 3 മൊഡ്യൂള് ബാങ്കിങ്ങിനെ പറ്റിയും അവസാനത്തെ 2 മൊഡ്യൂള് ഇൻഷുറൻസിനെ പറ്റിയുമാണ്. ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ രണ്ട് ഡിഫറൻറ്റ് ടോപ്പിക്കായിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് 3 മൊഡ്യൂൾസ് നമ്മൾ ബാങ്കുകളെ പറ്റിയും ലാസ്റ്റ് 2 മൊഡ്യൂൾസ് ഇൻഷുറൻസ് എന്ന കോൺസെപ്റ്റുമാണ് പഠിക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ പേരെന്ന് പറയുന്നത് സിംപ്ലി ബാങ്കിങ് എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ മൊഡ്യൂളിന് വേറെ ആലങ്കാരികമായിട്ട് പേരുകളൊന്നും ഇട്ട് വെച്ചിട്ടില്ല. ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ പേര് തന്നെ ബാങ്കിങ് എന്നാണ്. അപ്പോൾ ഈ മൊഡ്യൂളിൽ കൂടുതലായിട്ട് നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ബേസ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, സോ നോർമലി ഞാനിപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏകദേശം ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ കൊണ്ട് ഒരു മൊഡ്യൂൾ കവർ ചെയ്യാൻ പറ്റുന്ന കണക്കാണ്. നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്താൽ പോലും ഒരു 12 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ സബ്ജക്റ്റ് പഠിച്ചു തീർക്കാൻ പറ്റും. ഒരു ആവറേജ് സ്റ്റുഡൻറ്റിൻ്റെ പെർസ്പെക്റ്റീവ് എന്ന് ചിന്തിച്ചാൽ പോലും നിങ്ങൾ കുറച്ച് സമയം വേസ്റ്റ് ആക്കിയാൽ പോലും മാക്സിമം 12 മണിക്കൂർ മതി നമുക്ക് ഈ സബ്ജക്റ്റ് പഠിച്ച് തീരാനായിട്ട്. ആ ഒരു രീതിയിലാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ 12 മണിക്കൂറോ 16 മണിക്കൂറോ എടുത്തോ. സോ എൻ്റെ ഒരു ക്ലാസ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഏകദേശം ഒരു 12 മണിക്കൂർ കൊണ്ട് ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിച്ച് തീർക്കാൻ പറ്റുന്ന കണക്കാണ്. ഓക്കെ, സോ ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് വരാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവിടെ പേരിനകത്ത് തന്നെ വെറുതെ ബാങ്കിങ് എന്നേ ഉള്ളൂ. നമുക്ക് എന്തൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ 3 കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. വെറും 3 കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. നിങ്ങൾ ഈ ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ട് പേജ് നമ്പർ എണ്ണി നോക്കുമ്പോൾ ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ 85 പേജുണ്ട്, അടുത്തത് 45 പേജുണ്ട്, 36 പേജുണ്ട്. ഈ പേജ് നമ്പറിൻ്റെ ബേസിലല്ല മൊഡ്യൂളിൻ്റെ പ്രാധാന്യം നോക്കേണ്ടത്. ചിലപ്പോൾ ഒരുപാട് പേജ് നമ്പർ കാണും, പക്ഷേ അത് ക്ലബ് ചെയ്ത് പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. സോ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ സിമ്പിളാണ്. പക്ഷേ പരീക്ഷയ്ക്ക് പ്രപ്പോർഷനേറ്റ്ലി ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നതും ഈ മൊഡ്യൂൾ 1 നിന്നായിരിക്കും. ഒരു 2 എസ്സേ വരെ വന്നാലും നിങ്ങൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. മിക്കവാറും ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് തന്നെ ഒരു 2 എസ്സേ, ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് തന്നെ മിക്കവാറും നിങ്ങൾക്ക് 2 എസ്സേ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് മെയിനായിട്ട് 3 കാര്യങ്ങളെ ഇതിൽ പഠിക്കുന്നുള്ളൂ. വെറും 3 കാര്യങ്ങൾ. ആദ്യം നമ്മൾ നോക്കുന്നത് ഇന്ത്യയിലെ ബാങ്കുകളുടെ ക്ലാസിഫിക്കേഷനാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സ് എന്നൊരു ടോപ്പിക്കുണ്ട്. ഓക്കെ, അതൊരു ലെങ്തി ടോപ്പിക്കാണ്. അതാണ് നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ ടോപ്പിക്ക്. രണ്ടാമതായിട്ട് ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്. അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം, എങ്കിലും ഇപ്പോൾ ഒന്ന് പറയുവാണ്. ബാങ്കുകൾ പല ടൈപ്പിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിനകത്തുള്ള വൺ ഓഫ് ദ ക്ലാസിഫിക്കേഷനാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സെക്കൻഡ് ടോപ്പിക്കായിട്ട് ഈ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് പഠിക്കാനുണ്ട്. മിക്കവാറും ഇതായിരിക്കും ഒരു എസ്സേ ആയിട്ട് സാധാരണ വരുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ രണ്ടാമത്തെ ടോപ്പിക്കായിട്ട് നമ്മൾ പഠിക്കുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് ആണ്. ഈ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു സബ് ടോപ്പിക്കാണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്നൊരു ടേം ഉണ്ട്. ക്രെഡിറ്റ് ക്രിയേഷൻ. അപ്പോൾ ഈ ക്രെഡിറ്റ് ക്രിയേഷനൊക്കെ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കിനകത്ത് വരേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് സെൻട്രൽ ബാങ്ക് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ്. ഈ സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യത്തെയും ബാങ്കുകളെ നിയന്ത്രിക്കുന്ന ഒരു അപ്പെക്സ് അതോറിറ്റിയാണ്. ഇന്ത്യയിൽ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സോ സെൻട്രൽ ബാങ്ക് എന്താണെന്നും അതിൻ്റെ ഫങ്ഷൻസും പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ RBIയുടെ ഫങ്ഷൻസ് പഠിക്കുന്ന പോലാണ്. അത് രണ്ടായിട്ട് പഠിക്കേണ്ട. നമ്മുടെ സിലബസ് അനുസരിച്ച് സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസും ഉണ്ട്, RBIയുടെ ഫങ്ഷൻസും ഉണ്ട്. പക്ഷേ നന്നായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് തന്നെയാണ് RBIയുടെ ഫങ്ഷൻസ് ആയിട്ട് വരേണ്ടത്. കാര്യം ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നതാണ് RBI. അപ്പോൾ ആ ഒരു 2 ടോപ്പിക് എന്ന് പറയുന്നത് ക്ലബ് ചെയ്തങ്ങ് പഠിച്ചാൽ മതി. അപ്പോൾ മെയിനായിട്ട് നമുക്ക് 3 ടോപ്പിക്കേ പഠിക്കാനുള്ളൂ. നിങ്ങൾ യാതൊരു ടെൻഷനും അടിക്കേണ്ട. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് മാക്സിമം അങ്ങേ അറ്റം, ഞാൻ പറഞ്ഞല്ലോ, ടൈം വേസ്റ്റ് ആക്കിക്കോ. എന്നാൽ പോലും നമുക്ക് അങ്ങേ അറ്റം 2 മണിക്കൂറിനകത്ത് പഠിച്ചു തീർക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മളിപ്പോൾ എടുക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സ്, ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ദെൻ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്. ഈ ഒരു 3 ടോപ്പിക്കിനകത്താണ് ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, സോ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പോൾ ഇവിടെ എടുക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സ് ആണ്. അതിനു മുൻപായിട്ട് ഒരു ചെറിയൊരു തുടക്കം തരണ്ടേ? അറ്റ്ലീസ്റ്റ് ബാങ്ക് എന്താണെന്നും ബാങ്കിങ് എന്താണെന്നും ഒന്ന് നോക്കി വെക്കണ്ടേ? മിക്കവാറും 1 മാർക്കിന് ചോദിക്കാവുന്നൊരു ചോദ്യമാണ്, വട്ട് ഡു യു മീൻ ബൈ ബാങ്കിങ്. അപ്പോൾ എന്താണ് ബാങ്ക് എന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് എന്താണ് ബാങ്കിങ് എന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്.
ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എന്താണ് ബാങ്ക്, ഒരു ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നെക്സ്റ്റ് എന്താണ് ബാങ്കിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ബാങ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യും, അതിനുശേഷം ആർക്കാണോ പണം ആവശ്യമായിട്ടുള്ളത് അവർക്കത് ലോണായിട്ട് കൊടുക്കും. അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും ലെൻഡിങ് മണിയും, കാശ് അധികമായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം, പണം ആവശ്യമുള്ളവർക്ക് അത് ലോണായിട്ട് സ്വീകരിക്കാം. ഈ രീതിയിൽ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും മേക്ക് ലോൺസുമാണ്. പണം ഡെപ്പോസിറ്റായിട്ട് സ്വീകരിക്കുന്നു, എന്നിട്ട് ലോണായിട്ട് കൊടുക്കുന്നു. ഇതാണ് ഒരു ബാങ്കിൻ്റെ ഫംഗ്ഷൻ. ഈ പ്രവൃത്തി ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ ബാങ്ക് എന്ന് വിളിക്കുന്നത്. ഈ ആക്ടിവിറ്റിക്കാണ് ബാങ്കിങ് എന്ന് വിളിക്കുന്നത്. ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇതിനെ നൗൺ എന്നും ഇതിനെ വെർബ് എന്നും ഒക്കെ പറയാം. ഓക്കെ, സോ ബാങ്ക് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് ബാങ്കിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ദ ആക്ടിവിറ്റി ഓഫ് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണിയാണ്. അത് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബാങ്ക്. അപ്പോൾ ബാങ്ക് ചെയ്യുന്ന പ്രവൃത്തിയാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. സോ ബാങ്കും ബാങ്കിങ്ങും ഒക്കെ ആണല്ലോ, നമുക്ക് വേണമെങ്കിൽ ഒരു മാർക്കിന് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ബാങ്കിങ് എന്നൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നെക്സ്റ്റ് ഇനി നമുക്ക് ബാങ്കിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഞാൻ ടെക്സ്റ്റിൽ കിടക്കുന്ന ക്ലാസിഫിക്കേഷൻ അതേപോലെ പറയുന്നില്ല, കാര്യം ടെക്സ്റ്റിൽ ചുമ്മാ കുറേ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു 10-15 പോയിന്റ് വെറുതെ എഴുതിയിട്ടിരിക്കുക, പ്രത്യേകിച്ച് സ്ട്രക്ചർ ഒന്നും കൊടുത്തിട്ടില്ല. ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു ചാർട്ടാണ് ഇന്ത്യയിലെ പ്രധാനമായിട്ടും ബാങ്കുകളുടെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, നോക്കൂ, ആദ്യം ഒരു ചാർട്ട് വെറുതെ ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ കേസിൽ എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്നത് RBI ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും മുകളിലായിട്ട് RBI തന്നെ പ്ലേസ് ചെയ്യണം. ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളെയും കൺട്രോൾ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അഥവാ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ബാങ്കുകൾ നമ്മൾ മെയിനായിട്ട് ഇങ്ങനെ പഠിച്ചോണേ, ഷെഡ്യൂൾഡ് ബാങ്ക് എന്നും നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്നുമാണ് തിരിക്കുന്നത്. ജസ്റ്റ് ഈ ചാർട്ട് ആദ്യം ഒന്ന് പറഞ്ഞുതരാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള എല്ലാ ബാങ്കുകളെയും മെയിനായിട്ട് ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്നും നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്നും തിരിക്കും. ഈ ഷെഡ്യൂൾഡ് ബാങ്ക്സിനകത്ത് വരുന്ന ക്ലാസിഫിക്കേഷൻസ് ആണ് കൊമേഴ്ഷ്യൽ ബാങ്ക്, കോഓപ്പറേറ്റീവ് ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്, ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ഇതെല്ലാം ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആണ്. ഓക്കെ, ചില ടെക്സ്റ്റുകളിലും ചില ക്ലാസിഫിക്കേഷനിലും ഈ RRB എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കിനകത്തായിട്ടാണ്, പക്ഷേ അത് അത്ര ശരിയല്ല. കറക്റ്റായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയാണ് പറയേണ്ടത്. ഷെഡ്യൂൾഡ് ബാങ്കിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, കോഓപ്പറേറ്റീവ് ബാങ്ക്സ്, RRBs, ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ഈ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ വരുന്നത് പബ്ലിക് സെക്ടർ ബാങ്ക്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, ഫോറിൻ ബാങ്ക്സ്. പ്രൈവറ്റ് സെക്ടറിൽ തന്നെ ട്രഡീഷണൽ പ്രൈവറ്റ് സെക്ടറും ഉണ്ട്, ന്യൂ ജനറേഷൻ ബാങ്ക്സും ഉണ്ട്. ഇതാണ് നമ്മൾ മെയിനായിട്ട് പഠിച്ചു വെക്കേണ്ടുന്ന ബാങ്കുകളുടെ ക്ലാസിഫിക്കേഷൻ. ഒരു സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഓക്കെ, സോ ഏറ്റവും മുകളിലായിട്ട് RBI പ്ലേസ് ചെയ്യുക. RBIയുടെ കീഴിലുള്ള ബാങ്കുകൾ നമ്മൾ ഷെഡ്യൂൾഡ് ബാങ്ക് എന്നും നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്നും തിരഞ്ഞെടുക്കുന്നു. ഷെഡ്യൂൾഡ് ബാങ്ക്സിനകത്ത് വരുന്നതാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്, കോഓപ്പറേറ്റീവ് ബാങ്ക്, RRBs, ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ഈ കൊമേഴ്ഷ്യൽ ബാങ്കിനകത്ത് വരുന്നതാണ് പബ്ലിക് സെക്ടർ ബാങ്ക്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, ഫോറിൻ ബാങ്ക്സ്. പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ തന്നെ രണ്ടെണ്ണമായിട്ട് തിരിക്കുന്നുണ്ട്, ട്രഡീഷണൽ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സും ന്യൂ ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സും. ഇങ്ങനെയാണ് മെയിനായിട്ട് നമ്മുടെ ബാങ്കിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇനി ഇത് ഓരോന്നും നോക്കാം. ഫസ്റ്റ് നമുക്ക് സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ടോട്ടൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നൊരു ബാങ്കാണ്. അതായത് ലീഡർ ഓഫ് ഓൾ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യയിൽ അതിൻ്റെ പേര് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ്. അതായത് ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്ന ബാങ്ക്. അതിനെ മെയിനായിട്ട് വിളിക്കുന്ന പേര് സെൻട്രൽ ബാങ്ക് എന്നാണ്. ഓരോ രാജ്യത്തിനും ഓരോ സെൻട്രൽ ബാങ്കാണ്. ഇന്ത്യയിൽ അതിൻ്റെ പേരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇവരാണ് മറ്റെല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കോൺസെപ്റ്റ് അതാണ്. നമ്മുടെ കംപ്ലീറ്റ് ബാങ്കിങ് സിസ്റ്റവും ഒരൊറ്റ സെൻട്രൽ ബാങ്കിൻ്റെ കീഴിലാണ്. ദാറ്റ് ഈസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBIയുടെ അണ്ടറിലാണ് ഈ ബാങ്കുകളെല്ലാം വരുന്നത്. അതായത് RBIയുടെ നിയന്ത്രണത്തിലല്ലാതെ ഇന്ത്യയിൽ ബാങ്കുകൾ പ്രവർത്തിക്കത്തില്ല. സോ ടോട്ടൽ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ലീഡറായിട്ട് നിൽക്കുന്നതാണ് സെൻട്രൽ ബാങ്ക്. അതായത് ഇന്ത്യയിൽ അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ പറയുന്ന സെൻട്രൽ ബാങ്കിൻ്റെ കീഴിൽ വരുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ് ഷെഡ്യൂൾഡ് ബാങ്ക്. സെൻട്രൽ ബാങ്കിൻ്റെ കീഴിലുള്ള ബാങ്കുകൾ നമ്മൾ മെയിനായിട്ട് രണ്ടായിട്ടല്ലേ തിരിക്കുന്നത്, ഷെഡ്യൂൾഡ് ബാങ്കും നോൺ ഷെഡ്യൂൾഡ് ബാങ്കും. അപ്പോൾ ഷെഡ്യൂൾഡ് ബാങ്ക് എന്താണെന്ന് ചോദിച്ചാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ
സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ബാങ്കുകളെയാണ് നമ്മൾ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് വിളിക്കുന്നത്. ഇതുപോലെ എഴുതിയാൽ മതി, നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും. ആ സെക്കൻഡ് ഷെഡ്യൂൾ മറന്നു പോകരുത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ബാങ്കുകളെയാണ് നമ്മൾ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് വിളിക്കുന്നത്. ഈ സെക്കൻഡ് ഷെഡ്യൂൾ ഉൾപ്പെടണമെങ്കിൽ ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഷെഡ്യൂൾഡ് ബാങ്കിൻ്റെ ചില കണ്ടീഷൻസ് ഇതാണ്. ഒന്ന്, ദ ബാങ്ക് കൺസേൺ മസ്റ്റ് ബി ക്യാരിയിങ് ഓൺ എ ബിസിനസ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒരു ബാങ്കിങ് ബിസിനസ് ചെയ്യുന്ന സ്ഥാപനമായിരിക്കണം. പെയ്ഡപ്പ് ക്യാപിറ്റലും റിസർവും കൂടെ അറ്റ്ലീസ്റ്റ് 5 lakhെങ്കിലും ഉണ്ടായിരിക്കണം. എന്നാൽ ഇന്ന് പറയുന്നുണ്ട് 100 കോടിയെങ്കിലും ഉണ്ടെങ്കിലേ തുടങ്ങാൻ പറ്റുമെന്ന്. എങ്കിലും 1934 റൂൾ അനുസരിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. കാര്യം 1934 എഴുതി വെച്ചിരിക്കുന്ന എമൗണ്ടാണ്. ഒരു ബാങ്കിൻ്റെ പെയ്ഡപ്പ് ക്യാപിറ്റലും റിസർവും കൂടെ 5 ലക്ഷം രൂപയിൽ കുറയാൻ പാടില്ല. മറ്റൊന്ന്, ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ്, അതായത് ഒരു തരത്തിലുള്ള മോശത്തരത്തിൽ, അതായത് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ഒന്നും നടത്താൻ പാടില്ല. കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് എപ്പോഴും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് കൊടുത്തിരിക്കണം. ഇറ്റ് മസ്റ്റ് സാറ്റിസ്ഫൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദാറ്റ് ഇറ്റ് അഫയേഴ്സ് ആർ നോട്ട് ബീങ് കണ്ടക്റ്റഡ് ഇൻ എ മാനർ ഡിട്രിമെൻ്റൽ ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഡെപ്പോസിറ്റർ എന്ന് പറഞ്ഞാൽ ഓരോ പീരിയോഡിക്കലിലും ഈ പറയുന്ന ബാങ്കുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ബോധിപ്പിച്ചിരിക്കണം അവരുടെ എല്ലാ ആക്ടിവിറ്റീസും ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ചാണ്, അവരെ ചതിക്കുന്നില്ല, അവർക്കെതിരായിട്ടൊന്നും തന്നെ ഈ ബാങ്ക് ചെയ്യുന്നില്ല എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ബോധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഈ പറയുന്ന കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ബാങ്കുകളാണ് നമ്മൾ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഈ ഷെഡ്യൂൾഡ് ബാങ്ക്സിന് ശേഷം മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്. നിങ്ങൾ ഇങ്ങനെ പഠിക്കുക, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ടോട്ടൽ ബാങ്കുകളെ ഷെഡ്യൂൾഡ് ബാങ്ക് എന്നും നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്നുമാണ് തിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം 5 ലക്ഷം രൂപയിൽ താഴെഴുതെന്നേ പറയുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അത് പറയുന്നുണ്ട് മിനിമം ക്യാപിറ്റൽ 100 കോടിയെങ്കിലും ഉണ്ടെങ്കിലേ ഇന്ത്യയിലൊരു കൊമേഴ്ഷ്യൽ ബാങ്ക് തുടങ്ങാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ, അങ്ങനാണെങ്കിൽ പോലും നിങ്ങൾക്കറിയാം ഈ നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടാത്ത ബാങ്കാണ്. നിലവിൽ ഇന്ത്യയിൽ അങ്ങനത്തെ എക്സാമ്പിൾ കണ്ടെത്താൻ പാടാണ്. കാര്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന മിക്കവാറും എല്ലാ ബാങ്കുകളും ഇന്ന് ഷെഡ്യൂൾഡ് എന്ന കാറ്റഗറി തന്നെയാണ്. തിയററ്റിക്കലി പറയുന്നതേ ഉള്ളൂ, സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടാത്ത ബാങ്കുകളാണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ആദ്യം നന്നായിട്ടും തലയിൽ കയറ്റുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കാണ്. ഈ സെൻട്രൽ ബാങ്കിൻ്റെ കീഴിൽ വരുന്ന ടോട്ടൽ ബാങ്കിങ് സിസ്റ്റത്തിനെ ഷെഡ്യൂൾഡ് ബാങ്ക് എന്നും നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്നും തിരിക്കുന്നു. ഇനി ഈ ഷെഡ്യൂൾഡ് ബാങ്കുകളിലാണ് കൊമേഴ്ഷ്യൽ ബാങ്കും കോപ്പറേറ്റീവ് ബാങ്കും RRBസും ഡെവലപ്മെൻറ്റ് ബാങ്കും ഒക്കെ വരുന്നത്. ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ കീഴിലാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, RRBസും ഡെവലപ്മെൻറ്റ് ബാങ്കും ഒക്കെ വരേണ്ടത്. അപ്പോൾ എന്താണ് ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക്? കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നതാണ്, സത്യസന്ധമായിട്ട് പറയട്ടെ, നമ്മുടെയൊക്കെ മനസ്സിൽ കാണുന്നൊരു ബാങ്ക്. പെട്ടെന്നൊരു ബാങ്കിൻ്റെ പേര് ചോദിച്ചാൽ നമ്മൾ പറയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലേ, യൂണിയൻ ബാങ്ക്, കാനറ ബാങ്ക്, ആ ബാങ്ക് ഈ ബാങ്ക് എന്നൊക്കെ പറയത്തില്ലേ. അപ്പം നമ്മൾ ഈ ബാങ്ക് എന്നൊരു കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചിരിക്കുന്നത് ഈ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ പെർസ്പെക്റ്റീവിലാണ്. ശരിക്കും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ബാങ്ക് എന്ന് പറഞ്ഞാൽ അത് കൊമേഴ്ഷ്യൽ ബാങ്കാണ്. അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും ലോൺ കൊടുക്കലുമാണ് ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ജോലി. അതായത് മെയിനായിട്ട് അവർ വാണിജ്യം, കൊമേഴ്സിനെ ഫിനാൻസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് വിളിക്കുന്നത്. അതായത് ബിസിനസ്സിനെ ഫിനാൻസ് ചെയ്യുന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ, ഇവർ പ്രവർത്തിക്കുന്നത് ലാഭത്തിന് വേണ്ടിയാണ്. കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ എല്ലാ ആക്ടിവിറ്റീസും പ്രോഫിറ്റിന് വേണ്ടിയാണ്, അല്ലാതെ സർവീസ് മാത്രമല്ല അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നതാണ് നമ്മുടെയൊക്കെ പെർസ്പെക്റ്റീവിൽ യഥാർത്ഥ ബാങ്ക്. ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു, ലോൺ കൊടുക്കുന്നു. അവർ മെയിനായിട്ട് പ്രവർത്തിക്കുന്ന ലാഭത്തിന് വേണ്ടിയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അവർ കൂടുതലായിട്ടും പ്രവർത്തിക്കുന്നത് ഈ കൊമേഴ്സ്, നമ്മുടെ രാജ്യത്തെ വാണിജ്യം ഡെവലപ്പ് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. സോ അതുകൊണ്ടാണ് അതിനെ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പേര് വന്നത് തന്നെ. ഓക്കെ, സോ കൊമേഴ്ഷ്യൽ ബാങ്ക് കഴിഞ്ഞാൽ അടുത്ത ക്ലാസിഫിക്കേഷൻ നമ്മുടെയൊക്കെ നാട്ടിലുള്ളതാണ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ്. ഈ സഹകരണ സംഘങ്ങളെന്ന് പറയും. കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രൂപീകരിച്ചതാണ്. മെയിനായിട്ട് ഇത് റൂറൽ ഏരിയയിലുള്ള ഫിനാൻസിങ് അഗ്രികൾച്ചറിസ്റ്റ്, കർഷകരെയൊക്കെ ഉദ്ദേശിച്ച് റൂറൽ ഏരിയയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ പറയുന്ന കോഓപ്പറേറ്റീവ് ബാങ്ക് വരുന്നത്. നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും വില്ലേജ് ലെവലുണ്ട് ഈ സഹകരണ സംഘങ്ങൾ, ഈ ഗ്രാമീണ അടിസ്ഥാനത്തിലുണ്ടല്ലോ, പിന്നെ ഡിസ്ട്രിക്ട് ലെവലുണ്ട്, സ്റ്റേറ്റ് ലെവലുണ്ട്. ഇങ്ങനെ 3 രീതിയിലാണ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെയൊക്കെ വീടിനോട് ഏറ്റവും ചേർന്ന ഒരു സഹകരണ ബാങ്ക് കാണോട് ഒരു പേര് പറഞ്ഞിട്ട്, മിക്കവാറും നിങ്ങളുടെയൊക്കെ വില്ലേജിൻ്റെ പേരായിരിക്കും ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ വില്ലേജിൻ്റെ പേര് പറഞ്ഞുകൊണ്ടായിരിക്കും ആ ബാങ്കിൻ്റെ പേര് പറയുന്നത്. പിന്നെ ഡിസ്ട്രിക്ട് ലെവലുണ്ട്, ഇപ്പം കൊല്ലം എന്ന രീതിയിൽ അല്ലെങ്കിൽ ട്രിവാൻഡ്രം എന്ന രീതിയിൽ ഡിസ്ട്രിക്ട് ലെവലിൽ ആ പേര് പറയും. ദെൻ സ്റ്റേറ്റ് ലെവലുണ്ട്, കേരള സംസ്ഥാനത്ത് മൊത്തത്തിലൊരു കോഓപ്പറേറ്റീവ് ബാങ്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ 3 രീതിയിലാണ് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് RRBs ഉണ്ട്. RRBs എന്ന് പറയുമ്പോഴും മെയിൻലി അവർ ഉദ്ദേശിക്കുന്നത് റൂറൽ പീപ്പിൾ,
ഗ്രാമീണ ആൾക്കാർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്ന റീജിയണൽ റൂറൽ ബാങ്ക്സ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ മെയിൻ ഉദ്ദേശം ഇതാണ്, റൂറൽ ഡെവലപ്മെൻ്റ് ആണ്. നെക്സ്റ്റ് ഒരു ബാങ്ക് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആണ്. ഈ ഡെവലപ്മെൻറ്റ് ബാങ്ക്സിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സ് എടുക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്ട്സ് ഡിസ്കവർ ചെയ്യുക, അങ്ങനത്തെ അതായത് കൂടുതലായിട്ടും ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുക, പുതിയ പുതിയ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത്. ഇത്രയുമാണ് നമ്മുടെ ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ ക്ലാസിഫിക്കേഷൻ. ഈ ഒരു കോൺസെപ്റ്റ് വെച്ചാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഷെഡ്യൂൾഡ് ബാങ്ക്സിൻ്റെ 4 ക്ലാസിഫിക്കേഷനായിട്ടാണ് കൊമേഴ്ഷ്യൽ ബാങ്കും കോപ്പറേറ്റീവ് ബാങ്കും RRBസും ഡെവലപ്മെൻറ്റ് ബാങ്ക്സും വരുന്നത്. ഇനി ഈ കൊമേഴ്ഷ്യൽ ബാങ്കിനകത്ത് പബ്ലിക് സെക്ടർ കൊമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ട്, അതാണ് ഈ പറയുന്ന SBIയും കാനറ ബാങ്കും യൂണിയൻ ബാങ്കും അതും ഇതും ഒക്കെ. ഓക്കെ, ദെൻ പ്രൈവറ്റ് സെക്ടർ ഉണ്ട്, ICICI HDFC പറഞ്ഞാൽ പോകും. ദെൻ ഫോറിൻ ബാങ്ക്സ് ഉണ്ട്, യെസ് ബാങ്ക്, സിറ്റി ബാങ്ക്, അങ്ങനെ എന്തൊക്കെ ഉണ്ട്. ഓക്കെ, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്, അതൊക്കെ ഫോറിൻ ബാങ്ക്സ് ആണ്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിനകത്തുള്ള 3 ക്ലാസിഫിക്കേഷനായിട്ടാണ് പബ്ലിക് സെക്ടർ ബാങ്ക്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, ഫോറിൻ ബാങ്ക് എന്ന് പറഞ്ഞ് വരുന്നത്. ഈ പ്രൈവറ്റ് സെക്ടറിൽ തന്നെ ട്രഡീഷണൽ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഉണ്ട്. ഈ ഫെഡറൽ ബാങ്ക് ഒക്കെ അതിൻ്റെ എക്സാമ്പിളാണ്, ഫെഡറൽ ബാങ്ക് ഒക്കെ. ദെൻ ന്യൂ ജനറേഷൻ ഉണ്ട്, അതിനകത്താണ് ഈ ആക്സിസ് ബാങ്ക് പോലുള്ള ബാങ്കുകൾ വരുന്നത്. ഓക്കെ, സോ പബ്ലിക് സെക്ടർ ബാങ്ക്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, ഫോറിൻ ബാങ്ക്, ഇതാണ് ഈ കൊമേഴ്ഷ്യൽ ബാങ്കിനകത്ത് വരുന്ന ക്ലാസിഫിക്കേഷൻസ്. അപ്പോൾ എന്താണ് ഈ പറയുന്ന പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള നാഷണലൈസ്ഡ് ബാങ്കുകൾ, അതാണ് ഈ പറഞ്ഞ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയൊക്കെ. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള സർക്കാർ ഉടമസ്ഥതയിലുള്ള ബാങ്കുകളാണ് നമ്മൾ പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത്. അതും കൊമേഴ്ഷ്യൽ ബാങ്കാണ്. പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുമ്പോൾ ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. ഈ ICICI HDFC ആക്സിസ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞ് വരുമല്ലോ, അതാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. ദെൻ ഫോറിൻ ബാങ്ക്. ഫോറിൻ ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് ഒരു ബ്രാഞ്ച് കാണുമെങ്കിലും അതിൻ്റെ ഹെഡ് ഓഫീസ് വിദേശത്തായിരിക്കും. നമുക്ക് ഈ പറയുന്ന യെസ് ബാങ്കോ എന്താ പറയുക സിറ്റി ബാങ്ക് അങ്ങനെ എന്തൊക്കെയുണ്ട്, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്, അങ്ങനത്തെ ബാങ്കുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫോറിൻ ബാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രാഞ്ച് ഇന്ത്യയിൽ കാണും, പക്ഷേ അതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്തായിരിക്കും. അപ്പോൾ മെയിനായിട്ട് ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു സ്ട്രക്ചർ അനുസരിച്ച് ബാങ്കിൻ്റെ ക്ലാസിഫിക്കേഷൻ. നിങ്ങൾ ഈ ഒരു സ്ട്രക്ചർ മനസ്സിൽ കണ്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാ പോയിൻറ്റ്സും എഴുതാൻ പറ്റും. അല്ലാതെ നുള്ളി പറക്കി ഓരോ പോയിൻ്റായിട്ട് പഠിച്ചുകൊണ്ട് പോകണ്ട. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മുടെ രാജ്യത്തെ എല്ലാ ബാങ്കുകളെയും കൺട്രോൾ ചെയ്യുന്ന സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് എല്ലാ ബാങ്കുകളും വരുന്നത്. മെയിനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ബാങ്കുകളെ ഷെഡ്യൂൾഡ് ബാങ്ക് എന്നും നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്നും തിരിക്കാം. ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ 2nd ഷെഡ്യൂൾ ഉൾപ്പെടുന്ന ബാങ്കുകളാണ്. ആ 2nd ഷെഡ്യൂൾ ഉൾപ്പെടാത്ത ബാങ്കുകളാണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ്. നമുക്ക് കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. കൃത്യമായിട്ട് ബാങ്കിങ് ആക്ടിവിറ്റീസ് ആയിരിക്കണം നടത്തേണ്ടത്. പെയ്ഡപ്പ് ക്യാപിറ്റലും റിസർവും കൂടെ മിനിമം 5 ലക്ഷം രൂപയെങ്കിലും വേണം. ഡെപ്പോസിറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെതിരായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അതായത് റിപ്പോർട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. സ്ട്രിക്ട്ലി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൺട്രോളിലായിരിക്കും. കംപ്ലീറ്റ് ആയിട്ട് അവർ പറയുന്നതിന് അപ്പുറത്തേക്ക് അനങ്ങാൻ പറ്റത്തില്ല. ഓക്കെ, മെയിൻലി നമുക്കിന്ന് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സുകൾ എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. ചില കോപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ ഉണ്ടെന്നല്ലാതെ അതിന് ഒരുപാട് എക്സാമ്പിൾ പറയാൻ പറ്റത്തില്ല. എല്ലാ ബാങ്കുകളും, നമ്മളിത് പറയുന്ന എല്ലാ ബാങ്കുകളും ഷെഡ്യൂൾഡ് കാറ്റഗറി തന്നെയാണ്. ഓക്കെ, ഷെഡ്യൂൾഡ് ബാങ്കിനകത്ത് മെയിനായിട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ട്, കോപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ട്, RRBs ഉണ്ട്, ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഉണ്ട്. ഇങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, ഈ കൊമേഴ്ഷ്യൽ ബാങ്കിനകത്താണ് പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും ഫോറിൻ ബാങ്കും വരുന്നത്. ഈ ഒരു ലോജിക്ക് വെച്ച് പഠിച്ചാൽ ബാങ്കിൻ്റെ ക്ലാസിഫിക്കേഷൻ പക്കയാണ്. ഓക്കെ, ഇനി ഇതൊന്നും കൂടാതെ ഒരാളും കൂടെ ഉണ്ട്, അതാണ് വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്ക് ഇന്ത്യയിൽ അങ്ങനല്ല, ഒരു ഇൻ്റർനാഷണൽ പെർസ്പെക്റ്റീവിൽ എല്ലാ രാജ്യങ്ങളെയും സഹായിക്കുന്നതിന് വേണ്ടി തുടങ്ങിയിരിക്കുന്ന ഒരു വലിയൊരു എന്താ പറയുക ഇൻ്റർനാഷണൽ പെർസ്പെക്റ്റീവുള്ള ഒരു ബാങ്കാണ്. സത്യത്തിൽ വേൾഡ് ബാങ്ക് എന്നല്ല അതിൻ്റെ പേര്, ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, IBRD എന്നാണ്. ഈ ലോകം മൊത്തത്തിലുള്ള ഒരു സഹായം എന്ന രീതിയിൽ നമ്മൾ ഒരു വിളിപ്പേരാണ്, വീട്ടിൽ വിളിക്കുന്ന പേരാണ് ഈ വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. സത്യത്തിൽ വേൾഡ് ബാങ്ക് എന്നതല്ല ഒഫീഷ്യൽ നെയിം. ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന സംഭവത്തിനെയാണ് നമ്മളെല്ലാവരും കൂടെ പറഞ്ഞ് വേൾഡ് ബാങ്ക് ആക്കിയത്. വേണമെങ്കിൽ വേൾഡ് ബാങ്ക് എന്താണെന്ന് കൂടെ ഒരു മാർക്കിൽ നോക്കി വെക്കുക. പക്ഷേ വേൾഡ് ബാങ്കിനെ കൊണ്ടുവന്ന് ഈ സ്ട്രക്ചറിനകത്ത് പ്ലേസ് ചെയ്തുള്ളരുത്. ഇത് ഇന്ത്യയിലെ ബാങ്കിങ് സിസ്റ്റമാണ്. വേൾഡ് ബാങ്ക് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടെന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ ഇത്രയാണ് പ്രധാനമായിട്ട് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ ബാങ്ക് എന്താണ്, ബാങ്കിങ് എന്താണ്, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സ്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇത്രയും കാര്യം കേട്ടിട്ട് ആ ചാർട്ട് ഒന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ഓക്കെ, സോ അപ്പോൾ അടുത്ത ക്ലാസ്സിലായിട്ട് അടുത്ത 2 ടോപ്പിക് കൂടെ തീരും.
ഇതിങ്ങനെ സമ്മപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂൾ തീരും. ഇത്രേ ഉള്ളൂ പഠിക്കാൻ. ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സിൽ ഈ കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫംഗ്ഷനും സെൻട്രൽ ബാങ്കിൻ്റെ ഫംഗ്ഷനും, പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് വേറെ സബ് ടോപ്പിക്കുകൾ ഒരുപാട് വരുന്നുണ്ട്. പക്ഷേ അത് ഞാനിങ്ങനെ സമ്മപ്പ് ചെയ്ത് പറഞ്ഞുതരാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് 2 ലൈൻ അല്ല. ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കിനെ വീണ്ടും തരംതിരിച്ച് ഇങ്ങനെ പോവും. പക്ഷേ അത് കുഴപ്പമില്ല, അത് കൃത്യമായിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. സെൻട്രൽ ബാങ്കും അതുപോലെ തന്നെ വലിയൊരു ടോപ്പിക്കാണ്. പക്ഷേ അത് കറക്റ്റ് ചാർട്ട് മോഡലിൽ തന്നെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും. ഓക്കെ.